ബാലാമണി ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഒരു രണ്ടാനമ്മയുടെ കൂടെ ജീവിക്കുന്ന അവൾക്ക് എപ്പോഴും സങ്കടങ്ങളായിരുന്നു. അവളെ മനസ്സിലാക്കാനോ അവൾക്ക് കൂട്ടിരിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ സംസാരിച്ചിരിക്കുമ്പോൾ അവൾ എപ്പോഴും ഒരു മൂലയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ വീട്ടിൽ കുറച്ച് ബന്ധുക്കൾ ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു വന്നു. ഒരു വൈകുന്നേരമായിരുന്നു അത്. എല്ലാവരും അന്ന് അവിടെ തങ്ങി പുലർച്ചെ പോകാനായിരുന്നു തീരുമാനം. എല്ലാവരും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബാലാമണി എല്ലാവർക്കുമായി ചായയുമായി വന്നു. അവൾ ഓരോരുത്തർക്കും ചായ നൽകുമ്പോഴും ആരും അവളെ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. പകരം എല്ലാവരും കേൾക്കെ അവളുടെ അമ്മ പറഞ്ഞു, "വേഗം പോയി രാത്രിയേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെക്കൂ എല്ലാവർക്കും." അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. ഗുരുവായൂർ പോകാം എന്നുള്ള സന്തോഷത്തിലായിരുന്നു അവൾ. അവളുടെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. എല്ലാ ജോലികളും ചെയ്തു ക്ഷീണിതയാണെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞില്ല. അവളുടെ മനസ്സിൽ നിറഞ്ഞു കത്തി നിൽക്കുന്ന വിളക്കുകളുടെ ഇടയിൽ നല്ല ഭംഗിയുള്ള അലങ്കരിച്ചു നിർത്തിയ ഗുരുവായൂരപ്പന്റെ രൂപം മാത്രമായിരുന്നു. എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രിയായി. എല്ലാവരും കിടക്കാൻ നോക്കുമ്പോൾ നാളേക്ക് ഇടേണ്ട വസ്ത്രമെടുക്കാൻ തന്റെ വസ്ത്രം സൂക്ഷിച്ച പെട്ടി തുറക്കാൻ താക്കോലിനായി അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. "അമ്മേ, എനിക്ക് നാളേക്ക് ഇടാൻ എന്റെ വസ്ത്രം എടുത്തു വെക്കണം. അതിനായി പെട്ടിയുടെ താക്കോൽ ഒന്ന് തരാവോ? രാവിലെ സമയം കിട്ടിയില്ലെങ്കിലോ?" ഒന്നിനും അവൾ ചോദിച്ചു. ഇത് കേട്ടതും അവളുടെ അമ്മ അതിശയഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, "വസ്ത്രമെടുക്കാനോ? എനിക്കെന്തിനാ ഇപ്പൊ വസ്ത്രം? നാളെ നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ. നിന്നെയും കൂട്ടി കൊണ്ടുപോകാനുള്ള യാത്രാ ചെലവിന്റെ പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. മാത്രമല്ല നാളെ രാവിലെ എല്ലാവരും കൂടി പോയാൽ ഈ വീട്ടിലെ പണിയൊക്കെ ആര് നോക്കി ചെയ്യും? വീട് അടച്ചിട്ട് പോവാ? നീ പോയി ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം പുലർച്ചെ എഴുന്നേറ്റ് ആക്കി വെക്കണം." ഇത് കേട്ടതും അവളെ ആർക്കും വേണ്ട എന്ന തോന്നൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അവൾക്ക് ഭഗവാനെ നേരിൽ കാണാൻ കഴിയില്ല എന്ന സത്യം അവൾക്ക് മനസ്സിലായി. സങ്കടം സഹിക്കവയ്യാതെ അവൾ ഓടിപ്പോയി തന്റെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തോട് സങ്കടം പറഞ്ഞു. എപ്പോൾ വിഷമം വന്നാലും അവൾ ഉടനെ പോകുന്നത് ആ ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ വിഗ്രഹത്തിന് മുന്നിൽ തകർന്നിരുന്നു കുറേ കരഞ്ഞു. "എല്ലാവർക്കും എന്നെ ഒരു ഭാരമാണോ കൃഷ്ണ?" അവൾ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് ചോദിച്ചു. അപ്പോഴേക്കും പുറകിൽ നിന്നൊരു ശബ്ദം. ബാലാമണി തിരിഞ്ഞു നോക്കി.